നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു വർക്ക് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വർക്കാണ് ഈ കാണുന്നത്. ഇതൊരു ചെറിയ പോക്കറ്റാണ്, അതായത് ഓപ്പൺ ആണ്, താഴേക്ക് ബ്ലൈൻഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓഫ് സെറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും വർക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും ക്ലാമ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്, സ്റ്റെപ്പ് ക്ലാമ്പ് യൂസ് ചെയ്താണ് നമ്മളിത് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഏറ്റവും അടിഭാഗം അത് നമ്മൾ ഓപ്പൺ ആയിട്ടാണ്, അതായത് നമുക്ക് ഈ പോക്കറ്റ് വെട്ടി ഇറങ്ങേണ്ട. അതായത് ഇവിടെ നമ്മളൊരു സാമ്പിൾ അടിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സാമ്പിൾ അടിച്ചിട്ടുണ്ട്. ഈ സാമ്പിൾ പോക്കറ്റ് നേരെ ഇറങ്ങി ചെല്ലുന്നിടത്ത് ഒരു കാരണവശാലും മെറ്റീരിയലോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ത്രൂ ഔട്ട് ഇറങ്ങി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വർക്ക് പീസിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഡെപ്ത് കൂട്ടി കൊടുത്തിട്ടുണ്ട്, കാരണം അതിൻ്റെ അടിഭാഗം വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഫിനിഷ് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓഫ്സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വർക്കിൻ്റെ ഇവിടെയാണ്. അതായത് വർക്കിൻ്റെ വൈ ആക്സിസിൻ്റെ സെൻറ്ററും എക്സ് ആക്സിസിൻ്റെ എഡ്ജുമാണ് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 0 പോയിന്റ് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ നിന്നായിരിക്കും മെഷർമെൻറ്റ് എടുത്ത് പോകുന്നത്. ഇതേ രീതിയിലാണ് നമ്മൾ ക്യാമിൽ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 10 പോക്കറ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ടൂള് 2 ഫ്ലൂട്ട് എൻഡ് മില്ലാണ്. 2 ഫ്ലൂട്ട് എൻഡ് മില്ലാണ് യൂസ് ചെയ്യുന്നത്. 4 ഫ്ലൂട്ടോ 2 ഫ്ലൂട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഒരുപാട് ആക്യുറസിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഫ്ലൂട്ട് എൻഡ് മിൽ ഇട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫിനിഷിങ്ങിനും ഈ ഒരു പോക്കറ്റ് ഈ ഒരു ടൂൾ തന്നെ ഇട്ട് റഫും ഫിനിഷും ഒന്നിച്ച് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അലുമിനിയാണ് പീസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ ലോഡും കാര്യങ്ങളൊന്നും മെഷീനിൽ വരുന്നില്ല, അല്ലെങ്കിൽ ടൂളിന് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്തത്. ഇതിൻ്റെ സെറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു വർക്കുകൾക്കെല്ലാം നമുക്ക് ഈ ഒരു സെറ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്ലാമ്പ് ഒരു കാരണവശാലും അകത്തേക്ക് കയറി നിൽക്കരുത്. നമ്മളുടെ ടൂൾ ഇതിലെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇത് ക്ലാമ്പ് ഇങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ അത് ഇഷ്യൂ ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോപ്പറാണ് ഞാനിത് 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് സൈഡ് ഫിനിഷിംഗ് ഒന്നും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പാരബ്ലോക്ക് എടുത്തിട്ട് അത് ട്രൂ ചെയ്തതിന് ശേഷം അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മുട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സൈഡ് മുട്ടിച്ച് വെക്കും. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് കൂടി വർക്ക് 2-3 എണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റോപ്പർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർക്ക് റൺ ചെയ്യാം. CNC മോഡിലിട്ട് നമ്മൾ പ്രോഗ്രാം എടുക്കാൻ പോവുകയാണ്. CNC CD എന്ന് കാണും. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് വരും. അതിൽ നമ്മൾ 7-ാം നമ്പർ പ്രോഗ്രാമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 7 നമ്പർ സെലക്ട് ചെയ്യുക, CNC സെറ്റ് കൊടുക്കുക. നമ്മുടെ ഫയൽ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് ആ പ്രോഗ്രാം റണ്ണിങ് പേജ് എടുത്തു. അതിനുശേഷം റീസെറ്റ് അടിച്ച് നമ്മൾ സൈക്കിൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഇതിലിപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ നീപ്പുണ്ട്. നമ്മൾ അതൊക്കെ എന്തെങ്കിലും വെച്ച് മുട്ടിക്കൊടുക്കുക. ഞാനത്
ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇത് അഴിച്ചെടുക്കാം. ഓക്കെ.